ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ മനസ്സിലായി. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ജോലി ചെയ്തുകൊണ്ട് അല്ലെ പഠിച്ചുകൊണ്ട് PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏകദേശം 6 മാസത്തെ സമയം നമ്മുടെ മുന്നിലുണ്ട്, അതായത് VFAയുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടോ നമുക്ക് VFA ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും വേണ്ടത് ഒരു കൺസിസ്റ്റൻസിയാണ്. ഒരു ദിവസം പോലും ഒഴിവാക്കാതെ VFAക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക, പഠിക്കാൻ നിങ്ങൾ നിശ്ചയിച്ച സമയത്ത് നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഇനി എന്തെങ്കിലും കാരണത്താൽ സമയത്തിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റിയാലും നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത് എത്ര സമയമാണോ ഒരു ദിവസം പഠിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് ആ സമയം കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുക. അതായത് ഇപ്പോൾ 8 മണി മുതൽ 9 മണി വരെ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു സമയം കീപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി മുന്നോട്ടോ അല്ലെങ്കിൽ അന്ന് ആ ഒരു ദിവസം തീരുന്നതിന് മുന്നേ ആ ഒരു സമയം ആ രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ VFA ക്രാക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ 1 മണിക്കൂർ നമ്മൾ ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അപ്പോൾ അത് എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയായിരിക്കും ആ ഒരു സമയം നമ്മൾ നിശ്ചയിക്കും. കാരണം രാവിലെ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും അല്ലേ. അപ്പോൾ അന്നേരം നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ആ സമയത്ത് 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ സെറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ 1 മണിക്കൂർ മാറ്റി വെക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ട്രാവൽ ചെയ്യും, ചിലപ്പോൾ ബസ്സിലായിരിക്കും, ചിലപ്പം മറ്റ് വാഹനങ്ങളിലായിരിക്കും നമ്മൾ ട്രാവൽ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നടന്നുകൊണ്ടായിരിക്കും. നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നമുക്ക് അതായത് പലരുടെയും ക്ലാസ്സുകൾ കേൾക്കാം ഇല്ലേ. നമ്മുടെ ആ ഒരു സമയം, നമ്മുടെ ബ്രേക്ക് ടൈം നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, നമുക്കറിയാം ഡെയിലി കറണ്ട് അഫെയർസ്, ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾ, ഒരുപാട് ചാനലുകൾ കറണ്ട് അഫെയർസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ആ ഒരു കറണ്ട് അഫെയർസ് സെഷൻ എടുക്കുക, ആ ഒരു ക്ലാസ് കേൾക്കുക. ആ യാത്രയിൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. പിന്നെ എന്ത് ചെയ്യുക, അതിൽ നമ്മളോട് മറന്നു പോകുന്ന കാര്യങ്ങൾ ഒരു ചെറിയ ഷോർട്ട് നോട്ടായിട്ട് ഒരു കുറിപ്പ് പോലെ എഴുതി എന്ത് ചെയ്യുക, കയ്യിൽ വെക്കുക. ചെറിയ നോട്ട്, നമ്മുടെ നോട്ട് പാഡൊക്കെ മേടിച്ചിട്ട് അതിൽ ചെറിയ രീതിയിൽ എഴുതിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കൊന്ന് മറച്ചു നോക്കാം. വീണ്ടും അത് കേൾക്കുമ്പോൾ നമ്മൾ അത് വീണ്ടും ഒന്നും കൂടി മനസ്സിലാക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ ഷോർട്ട് നോട്ടായിട്ട് വേണം നിങ്ങൾ നോട്ട്സുകൾ തയ്യാറാക്കാൻ. പിന്നീട് വൈകിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, നമ്മൾ ഈ ഒരു യാത്രകളിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. രാത്രി എന്ത് ചെയ്യുക, ഒരു 1.5 മണിക്കൂർ സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതായത് അന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി എല്ലാം ഒന്ന് പഠിച്ച് സെറ്റാക്കി അത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വേണം വൈകിട്ടുള്ള 1.5 മണിക്കൂർ നമ്മൾ മാറ്റിവെക്കാൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാം. എന്താണോ നിങ്ങൾ അന്ന് പുതുതായിട്ട് പഠിക്കുന്നത് അത് ഒന്നുകൂടി റീഫ്രഷ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് വൈകുന്നേരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയുടെ സ്ട്രക്ചർ നമുക്ക് കുറച്ച് ഘട്ടങ്ങളായിട്ട് മാറ്റാം. അപ്പോൾ ഘട്ടം 1 എന്ന് പറയുന്നത് ആദ്യത്തെ 90 ദിവസമാണ്. ആദ്യത്തെ 90 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ട് മാറ്റിവെക്കുക. ആദ്യത്തെ 90 ദിവസം എന്ന് പറഞ്ഞാൽ 3 മാസം. ആദ്യത്തെ 3 മാസം നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതിൽ ആദ്യത്തെ 30 ദിവസം, അതായത് നമ്മൾ ഈ ഒരു മാസം നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യൻ ഭരണഘടന, കേരള നവോത്ഥാനം, സയൻസിൻ്റെ SCERT ടെക്സ്റ്റ് ബുക്കിൽ 5 മുതൽ 10 വരെയുള്ള പാഠങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വേണം ഈ ഒരു മാസം നിങ്ങൾ മാറ്റിവെക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ കേരള നവോത്ഥാനത്തിനെ പറ്റി പഠിക്കും, ഇന്ത്യൻ ഭരണഘടനയെ പറ്റി പഠിക്കും, അതുപോലെ SCERT സിലബസിലുള്ള സയൻസിൻ്റെ പാർട്ടായ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സയൻസ് പഠിക്കാനും ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് നമ്മൾ PYQs, അതായത് നമ്മൾ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ നടത്താൻ ശ്രമിക്കുക കേട്ടോ. അതും ഇതിന് പാരലായിട്ട് തന്നെ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ സെറ്റായിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതായത് മനസ്സിലത് പതിഞ്ഞിരിക്കും. അടുത്തത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ സയൻസിന് പിന്നെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കത് കണക്ട് ചെയ്ത് ഇതാണല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾക്കറിയാം VFAക്ക് വേണ്ടിയിട്ട് സിലബസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളാണ് അല്ലേ. അപ്പോൾ സയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യത്തെ 1 മാസം മാറ്റിവെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ കേരള നവോത്ഥാനവും പഠിക്കുക. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രീതിയിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 6 മാസം കൊണ്ട് VFA കംപ്ലീറ്റ് പഠിക്കാൻ സാധിക്കും. അടുത്ത മാസം
രണ്ടാമത്തെ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്ത് തുടങ്ങണം? ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഹിസ്റ്ററി, അതുപോലെ ജിയോഗ്രഫി, എക്കണോമിക്സ്. ഇതിന് വേണം അടുത്ത മാസം നമ്മൾ ചെയ്യാൻ. ഇന്ത്യയുടെ ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്. നമുക്ക് 25 ദിവസം കൊണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് പഠിച്ചു തീരാൻ പറ്റും. അതായത് 1 അവർ വെച്ചിട്ട്. അതേപോലെ തന്നെ കേരളം. പക്ഷേ അതിലെന്ത് ചെയ്യണം? ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അതുപോലെ ജിയോഗ്രഫി, എക്കണോമിക്സ് എല്ലാം കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു ക്വസ്റ്റിനും നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ഇന്ത്യ പഠിക്കുമ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ജിയോഗ്രഫിക്കൽ ഏരിയാസ് അത് എന്തെങ്കിലും ഉണ്ടോ അത് റിലേറ്റ് ചെയ്തിട്ട് അത് അവിടെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. കണക്ട് ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി നമ്മളെ ഓർമ്മയിൽ നല്ല രീതിയിൽ നിൽക്കും. അതുപോലെ അടുത്ത 1 മാസം, അതായത് എന്താണ്, 61 ദിവസം മുതൽ 90 ദിവസം വരെ, അതായത് 3-ാമത്തെ മാസം. 3-ാമത്തെ മാസം നമ്മൾ എന്തൊക്കെ നോക്കും? മാത്സ്, മെൻ്റൽ എബിലിറ്റി, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, ഗ്രാമർ സെഷൻസ്. ഇത്രയുമാണ് നമ്മൾ 3-ാമത്തെ മാസം നോക്കുന്നത്. അപ്പം മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതി പഠിക്കാതെ വായിച്ച് പഠിക്കാൻ നിൽക്കരുത്. മാത്സ് നമ്മൾ എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, നിങ്ങൾ എന്താ നമ്മുടെ ബ്രേക്ക് ടൈം എന്ന് പറയുന്നത്, നമ്മൾ നടക്കുകയോ അല്ലെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ മെട്രോയിലോ എങ്ങനെയാണോ നമ്മളൊരു ജോലിക്ക് പോകുന്നത്, ആ ഒരു സമയം നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുക എന്ന് പറഞ്ഞു. അത് കറണ്ട് അഫെയർസ് മാത്രമല്ല, നിങ്ങൾക്ക് ഓരോരോ ടോപ്പിക്ക് വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ചിലപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു അല്ലേ, അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും കേരള ഹിസ്റ്ററി ആണെങ്കിലും നമ്മുടെ ആര്യ മിസ് മിൻറ്റിൽ നല്ല രീതിയിൽ അത് സ്ട്രക്ചർ ചെയ്തിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് തന്നെ ആ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ്, ശ്രദ്ധയോടെയാണ് അത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വൈകിട്ട് പോയിട്ട് അതൊന്ന് റീഫ്രഷ് എടുത്താൽ മാത്രം മതി, ഒന്ന് റീകളക്ട് ചെയ്താൽ മാത്രം മതി. അതേപോലെ ജിയോഗ്രഫി ആണെങ്കിൽ ഇതിൽ ഹേന മിസ്സും അരുൺ സാറൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ജിയോഗ്രഫിയുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ സയൻസ് ആണെങ്കിൽ നമ്മുടെ രോഷ്നി മിസ് നല്ല രീതിയിൽ തന്നെ സയൻസിൻ്റെ പാർട്ടുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ മാത്സ് ആണെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്സുകളെന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോരോ ക്ലാസ്സുകളും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ യൂണിറ്റ് വൈസ് ക്ലാസ്സുകൾ വേണമെങ്കിൽ ആ രീതിയിലും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മിൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ബ്രേക്ക് ടൈമിൽ നിങ്ങളത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അത് പഠിക്കാൻ പറ്റും. മാത്സിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വർക്കൗട്ട് ചെയ്യേണ്ടത്. നമ്മൾ എഴുതി പഠിക്കണം. എഴുതി പഠിച്ചാൽ മാത്രമേ മാത്സിൻ്റെ സ്പീഡും ആക്യുറസിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും മാത്സ് പഠിക്കുകയാണെങ്കിൽ എഴുതി തന്നെ പഠിച്ച് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഗ്രാമർ പാർട്ടൊക്കെ നമ്മൾ എത്രയോ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ മാരത്തോൺ സെഷൻസ്, അത് നിങ്ങൾ വീക്കിലി ഒരു സെഷനെങ്കിലും കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എന്താ പറ്റും, എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് പരീക്ഷയിൽ ഏത് രീതിയിലാണ് പരീക്ഷകൾ പോയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മാരത്തോൺ കണ്ടക്ട് ചെയ്തത് തന്നെ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാൻ മറക്കണ്ട. ഇനി അടുത്തത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ബേസിക്സ് ആദ്യത്തെ 3 മാസം നമ്മൾ ബേസിക്സിന് വേണ്ടി മാറ്റി ആ രീതിയിൽ പഠിച്ചു അല്ലേ. അപ്പം മൊത്തം നമ്മൾ ഒരു ദിവസം 2.5 മണിക്കൂറാണ് പഠിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. അടുത്തത് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുക. അവിടെ എന്ത് ചെയ്യണം, നമ്മൾ റാങ്ക് ഫയലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അപ്പോൾ സിലബസിലുള്ള നമ്മൾ ഇനി എടുക്കുന്ന കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ, ഇപ്പം നമ്മൾ ജോഗ്രഫി നോക്കി, ഹിസ്റ്ററി നോക്കി, എക്കണോമിക്സ് നോക്കി, ഇന്ത്യൻ ഭരണഘടന നോക്കി, കേരള നവോത്ഥാനം നോക്കി, മാത്സ് മെൻ്റൽ എബിലിറ്റി കഴിഞ്ഞു, ഇംഗ്ലീഷ് ഗ്രാമർ, മലയാളം ഗ്രാമർ, ഇത്രയും നമ്മൾ ആദ്യത്തെ 3 മാസം പഠിച്ചു. ഇനി ബാക്കിയുണ്ടല്ലോ, കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട് അല്ലേ. എന്തൊക്കെ, നമ്മുടെ ലോ സെഷൻസ്, ആക്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ പഠിക്കണം, ഇവിടെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കണം, IT ആക്ട്, നമ്മുടെ കുറച്ച് ലോസുകളുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സമയത്ത് നോക്കണം. അതിന് വേണ്ടിയായിരിക്കും നമ്മൾ 91 മുതൽ 120 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കണം. കുറഞ്ഞ മാർക്ക് അതിൽ ആ ഒരു സെഷനിലുള്ളൂവെങ്കിലും ആ മാർക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ എന്ത് ചെയ്യരുത്, അതിനെ ഒരു കൂളായിട്ട് കാണാതെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ ഈ ഒരു 6 മാസം മെനക്കെടുന്നതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ജോബാണ് അല്ലേ. നമുക്കൊരു സമൂഹത്തിൽ നമുക്കൊരു വില ഉണ്ടാകുന്നു അല്ലേ, നമ്മുടെ ജോലിക്കൊരു സ്ഥിരത ഉണ്ടാകുന്നു. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ് അല്ലേ ഈ ഗവൺമെൻറ് ജോബ്. എൻ്റെ മോൾക്കല്ലേ, എൻ്റെ മോനൊരു ഗവൺമെൻറ് ജോബ് കിട്ടി, അവർ സ്റ്റേബിളായി, അവർക്കൊരു സ്ഥിരതയായി എന്നൊക്കെ പറയുന്നത് നമ്മുടെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യം തന്നെയാണ്, ഒരു നേട്ടമാണ്. അപ്പോൾ അവരുടെ സന്തോഷമൊക്കെ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. അതുപോലെ നമ്മൾ വീക്കാണ് അല്ലെ, ഇന്ന് പഠിക്കണ്ട, ഇന്ന് എനിക്ക് മൂടില്ല എന്നൊക്കെ തോന്നുന്ന സമയമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം, എന്തിനു വേണ്ടിയാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത്,
ഇതെന്തിനാണ് എൻ്റെ ആവശ്യം എന്താണ്, ഈ VFA ജോലി കിട്ടിയിട്ട് എൻ്റെ ആവശ്യങ്ങൾ എന്താണ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിറവേറ്റാൻ പോകുന്നത്, അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇന്നും പഠിച്ചേ പറ്റൂ, ഇതിനു വേണ്ടി ഞാൻ മെനക്കെടണം, എന്നാൽ മാത്രമേ എനിക്ക് കിട്ടൂ, എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റൂ, എനിക്ക് നല്ല റാങ്ക് കിട്ടി, നല്ല ജോബ്, അതായത് ഇതിൽ നമുക്ക് ജോലി ഉറപ്പിക്കാൻ സാധിക്കും അല്ലേ. സപ്ലിമെൻ്ററി ലിസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഉറപ്പും കിട്ടില്ല. പിന്നെ അതുകൊണ്ട് എന്താണ് മെയിൻ ലിസ്റ്റിൽ തന്നെ കടന്നുകൂടണം, അതും റാങ്ക് ഏറ്റവും ടോപ്പിൽ വരണം എന്നുള്ള മനസ്സിൽ അത് ഉറപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ. അടുത്തത് 121 മുതൽ 150 വരെയുള്ള ദിവസങ്ങൾ. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം, അതിൽ നമ്മൾ സ്പോർട്സിനെ പറ്റി നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയ സ്പോർട്സുകൾ ഏതൊക്കെയാണ്, ഇതെവിടെയാണ് 2025 നടന്നതെന്ന് നോക്കണം. അതുപോലെ എന്താണ് ഇതിൽ നമ്മൾ ചില സ്പോർട്സിൽ കുറച്ച് വാക്കുകളുണ്ട്. ഇപ്പം ക്രിക്കറ്റിൽ യൂസ് ചെയ്യുന്ന കുറേ വാക്കുകളുണ്ട്, ടെന്നീസിൽ യൂസ് ചെയ്യുന്ന വാക്കുകളുണ്ട്, ഫുട്ബോൾ, വോളിബോൾ, എല്ലാ ഗെയിംസിലും പല പല വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യും, പുതിയ വേർഡ്സുകൾ. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഈ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ അവാർഡ്സുകൾ, ഈ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് അവാർഡ്സുകൾ, ഈ ഇവൻ്റ് എവിടെയാണ് നടന്നത്, ഇതിൽ ആര് വിൻ ചെയ്തു, ഇതിലാരാണ് ഫസ്റ്റ് റണ്ണറപ്പ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അടുത്തത് നമ്മുടെ കല, സാഹിത്യം, പുരസ്കാരങ്ങൾ അല്ലേ. അവിടെ നമ്മൾ കലയാണെങ്കിൽ സ്പോർട്സ്, ലിറ്ററേച്ചർ, ആർട്സ്, ഇതിൽ വരുന്ന എല്ലാ കാര്യത്തിനെ പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുകൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അതിനെ പറ്റിയിട്ട് നോട്ട്സുകൾ ഉണ്ടാക്കണം. അതിൽ ആദ്യത്തേത്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ എഴുത്തച്ഛൻ പുരസ്കാരം 2025 ആർക്ക് ലഭിച്ചു, അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്ക് അല്ലെ. കാരണം നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പം മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് വേണ്ടിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് അല്ലേ. അതിപ്പോഴാണ്, മുന്നേ ആണെങ്കിൽ ഇന്ന കൃതിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മാറി. അതുപോലെ വയലാർ അവാർഡ്, അപ്പോൾ അതിലെന്തെങ്കിലും കൃതിയുണ്ടോ, അല്ലെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതി ഏത്, അത് മനസ്സിലാക്കണം. കൂടാതെ എന്ത് ചെയ്യണം, ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഇതിൻ്റെ പുരസ്കാര തുക എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ ഈ പുരസ്കാരം ആരാണ് നൽകുന്നതെന്നും അങ്ങനെ രീതിയിൽ കണക്ട് ചെയ്ത് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ. ഇപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരമാണെങ്കിൽ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ കൃതികൾ ഏതൊക്കെയാണ്, എഴുത്തച്ഛൻ പുരസ്കാര തുക എത്രയാണ്, ആരാണ് ഈ സമ്മാനം നൽകുന്നത്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ എഴുത്തച്ഛൻ പുരസ്കാരം മാത്രമല്ല, ഇതേപോലെ തന്നെയാണ് മറ്റ് പുരസ്കാരങ്ങൾ. ഇനി അടുത്തത് എന്താണ്, ഘട്ടം 3. അതെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യലായ ഏരിയയാണ്. കാരണം എന്താണ്, മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കണം, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുകൾ നമ്മൾ പഠിക്കണം അല്ലേ. അപ്പം ഡെയിലി അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നടത്തണം. മോക്ക് ടെസ്റ്റുകൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറയൊന്നല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ പരീക്ഷകൾ 2025, 2024 നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര നിങ്ങൾക്ക് കിട്ടുമോ അത്രയും നിങ്ങൾ കളക്ട് ചെയ്യുക. അതായത് 10th +2 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. കാരണം നമുക്കറിയാം VFA എന്ന് പറയുമ്പോൾ ബേസ് 10th ആണെങ്കിലും ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ നോക്കി അറിയാം, ഒരു +2 ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് VFAക്ക് വരാറ് അല്ലേ. അതായത് 10th മെയിൻസിൻ്റെ സിലബസ് ആണ് നമുക്ക് എപ്പോഴും VFAക്ക് വരുമ്പോൾ വരാറുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ +2 തലത്തിൽ ഇപ്പം എന്താണ് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അവരുടെയൊക്കെ പരീക്ഷയിൽ സ്പെഷ്യൽ ടോപ്പിക് ഒഴിവാക്കി ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ഞാൻ ഒരു എക്സാം പറഞ്ഞതാണ് +2 ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അങ്ങനെയുള്ള പല എക്സാമുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കുക. കാരണം എന്താണ്, അത് ഇതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2025 നമ്മളൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതകൾ, എങ്ങനെ വേണം ഉത്തരം കണ്ടെത്താൻ എന്നുള്ള നമുക്ക് മെത്തേഡ്സ് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി പഠിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. മോക്ക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ കുറേ ക്വസ്റ്റ്യൻ എടുത്താൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, PSC നടത്തിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടക്ട് ചെയ്യാൻ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, VFA ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർത്ത് വെക്കുക, മോക്ക് ടെസ്റ്റും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ വീക്കാണ് ഒരു സെക്ഷനിൽ, ഇപ്പോൾ ഹിസ്റ്ററിയിൽ വീക്കാണെങ്കിൽ ഹിസ്റ്ററീൻ്റെ മാത്രം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്, അതായത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് റെഫർ ചെയ്താൽ കിട്ടും ഹിസ്റ്ററിയുടെ പാട്ടെന്ന്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഹിസ്റ്ററി പാർട്ട് സ്ട്രോങ് ആക്കുക. അതുകൂടാതെ എന്ത് ചെയ്യുക, ഇതിന് പാരലായിട്ട് നമ്മൾ ഫുൾ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ VFAയുടെ ഒരു സ്ട്രക്ചേർഡ് സിലബസ് ഉണ്ടല്ലോ, അത് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് കഴിഞ്ഞ
10th +2 സിലബസ്, അതായത് 10th +2 വന്നിരിക്കുന്ന പരീക്ഷകളുണ്ട് 2025, 24 കാലഘട്ടങ്ങളിൽ. ആ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് ഉണ്ടാവും, ആക്യുറസി ഉണ്ടാവും, എറേഴ്സ് കുറയും. ആ ഒരു കാര്യത്തിന് അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് എറേഴ്സ് കുറയും. രണ്ടാമതൊരു കാര്യം, അറിയാത്ത കാര്യങ്ങൾ കറക്കി കുത്തരുത്. അത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ PYQs ചെയ്യുമ്പം പോലും ആ ഒരു ടെൻഡൻസി നിങ്ങൾ വരുത്തരുത്. കറക്കി കുത്തി ആൻസർ ശരിയാക്കാൻ ശ്രമിക്കരുത്. കാരണം എന്താണ്, കറക്കി കുത്തിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആൻസർ തെറ്റാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഒരുപാട് പുറകിലേക്ക് പോകും. അത് നിങ്ങൾ PYQs, അതായത് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തൊട്ടേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഇപ്പോൾ ഒരു പരീക്ഷ ചെയ്തു, PYQ ചെയ്ത് കഴിഞ്ഞിട്ട് 100 ക്വസ്റ്റ്യനല്ലേ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അത് നിങ്ങൾ ആ ഒരു സമയം തന്നെ കീപ്പ് ചെയ്തിട്ട് വേണം മോക്ക് ടെസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് അതിൽ തെറ്റിപ്പോയ കാര്യങ്ങൾ പഠിക്കാൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, സമയം കണ്ടെത്തണം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, വൈകിട്ട് ഒരു 1.5 മണിക്കൂർ പരീക്ഷയ്ക്കും മീൻസ് 1.5 മണിക്കൂർ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞത് മാറി അതെന്തിലേക്ക് 2 മണിക്കൂർ പഠിക്കാനുള്ള സമയത്തിലേക്ക് നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിലെത്തണം. അപ്പം ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം അതിൻ്റെ ഫാക്ട്സുകൾ എന്തുകൊണ്ടാണ് അവിടെ തെറ്റിയതെന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുള്ള പരീക്ഷകൾ നിങ്ങൾ PYQs ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്കിൻ്റെ സ്കോർ കൂടുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് VFAയുടെ എക്സാം എഴുതുമ്പോൾ വളരെ കൂളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതാനും സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ VFAയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ പാരലായിട്ട് തന്നെ +2 ലെവലിലുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. കാരണം എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല ലെവലിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളെന്താ പറയില്ലേ, ഒരു മുഴം മുന്നേ എന്ന് ആ ഒരു കാര്യം തന്നെ നിങ്ങളും എന്ത് ചെയ്യുക, പ്രാക്ടിക്കലാക്കുക. അടുത്തത് ഘട്ടം 4 ഫൈനൽ റിവിഷൻ. നമ്മളെല്ലാത്തിനെ പറ്റി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പരീക്ഷയുടെ തൊട്ടടുത്താണ് അല്ലേ, ഇനി 1 മാസം കഴിഞ്ഞാൽ പരീക്ഷയാണ്. ആ സമയത്തിലേക്ക് നമ്മൾ എത്തിയാൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യുക, പിന്നീട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കരുത്. ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ അത് വീണ്ടും 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 റിവൈസ് ചെയ്യാനുള്ള ഒരു സമയമാക്കിയിട്ട് മാറ്റുക. ലാസ്റ്റ് 1 മാസം എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആ സമയം ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇതും ഉണ്ടാവില്ല അതും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ഫൈനൽ റിവിഷൻ എന്ന് പറയുന്നത് അത്ര ക്രൂഷ്യലായ ഒരു ഏരിയ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ സമയത്ത് പുതിയതൊന്നും പഠിക്കാൻ പാടില്ല. അതാണ് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സമയം ഉപയോഗിക്കരുത്. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ നോക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഡെയിലി PYQs ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഒന്നുകൂടി വർക്കൗട്ട് ചെയ്യുക കേട്ടോ. വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വന്ന എറേഴ്സൊക്കെ മാറുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാനും കൂടാതെ എന്താണ്, നമ്മൾ നേരത്തെ കുറേശ്ശെ കാര്യങ്ങളൊക്കെ അല്ലേ ഷോർട്ട് നോട്ട്സുകൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഷോർട്ട് നോട്ട്സുകൾ തയ്യാറാക്കണം. അതൊന്ന് റിവൈസ് ചെയ്ത് അതൊന്നുകൂടി മനസ്സിലാക്കുക. പിന്നെയോ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 വർഷത്തെങ്കിലും കറണ്ട് അഫയേഴ്സിൽ നല്ല അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ കറണ്ട് അഫയേഴ്സ് PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പം നമുക്ക് 1.5 വർഷത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പക്കയായിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 1 വർഷത്തെങ്കിലും കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരിക്കണം. അതായത് 2025 നടന്നിരിക്കുന്ന, ഇപ്പം നമുക്ക് എന്താണ് പരീക്ഷ വരുന്നത് 2026 സെപ്റ്റംബർ വരെ അല്ലേ. അപ്പോൾ എന്താണ്, നമ്മൾ 2026 ജൂലൈ വരെ അപ്ഡേറ്റഡ് ആയിരിക്കണം നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ സെഷനിൽ കേട്ടോ. അതുപോലെ തീയതികൾ നമുക്കറിയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ജനുവരി 10 പ്രത്യേകത എന്ത് അല്ലെ, ജനുവരി 9 പ്രത്യേകത. അപ്പോൾ ഓരോരോ മന്തിലും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീയതികൾ, ഇപ്പം ജനുവരിയിൽ ഏതൊക്കെ ദിവസത്തിനാണ് പ്രത്യേകത അതെന്ത് ചെയ്യണം. നമ്മൾ ഇന്നിപ്പോൾ ജനുവരി 10 ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞു ഇല്ലേ, എന്താണ് വിശ്വ ഹിന്ദി ദിവസ്, അതായത് എന്താണ് വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് ജനുവരി 10. ജനുവരി 9 ആണെങ്കിൽ പ്രവാസി ഭാരത ദിവസം. അപ്പോൾ ജനുവരി 1 പ്രത്യേകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. ജനുവരി 2 എന്നിട്ട് എന്ത് ചെയ്യണം, ഡെയിലി എന്ത് ചെയ്യണം, ജനുവരി 1 ഒരു പ്രാവശ്യമെങ്കിലും അതിലൂടെ കണ്ണോടിച്ച് പോകണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജനുവരിയിൽ ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്തത് ഫെബ്രുവരി, അങ്ങനെ. അപ്പോൾ നിങ്ങൾ ഫെബ്രുവരി ഇപ്പോൾ 28ാമത്തെ ദിവസം എത്തിയെങ്കിൽ പോലും നിങ്ങൾ ഇത് നമ്മൾ ഡേറ്റ് നോക്കുമ്പോൾ ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള ദിവസങ്ങളിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ കണ്ണുകൾ പോയിരിക്കണം. അപ്പം നിങ്ങൾ എന്തായിരിക്കും, ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും. അതുപോലെ വകുപ്പുകൾ അതും നിങ്ങൾ നോക്കണം കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് VFA ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും വെയിറ്റേജ് കൂടിയ ഏരിയകൾക്ക് വേണം ഏറ്റവും സമയവും നിങ്ങൾ ചിലവഴിക്കാൻ. ഏറ്റവും കുറഞ്ഞ വെയിറ്റേജ് ഉള്ള ഭാഗങ്ങളാണെങ്കിൽ ഇപ്പം 3 മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് അതിനുവേണ്ടി സമയം മെനക്കെടാതെ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാം. എന്നിരുന്നാൽ പോലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത്ര ഡെപ്തിൽ പോവാണ്ട് ഒരു ഓവറോൾ ഐഡിയ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഇപ്പം 3 മാർക്കുള്ളതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സിലബസ് ഇവിടെ തന്നെ ഞാൻ സിലബസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം, GK എന്ന് പറയുന്ന വൈഡ് ഏരിയയിൽ സബ് സെക്ഷൻസ് ഉണ്ട്, സബ് ടോപ്പിക്സുകളുണ്ട് അല്ലേ. ഹിസ്റ്ററി ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, ധനതത്വശാസ്ത്രം അതായത് എക്കണോമിക്സ് ഉണ്ട്, ഇന്ത്യൻ ഭരണഘടന, കേരളവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കലാ, കായികം, സാഹിത്യം, സംസ്കാരം, കമ്പ്യൂട്ടർ, അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങൾ, ആനുകാലിക വിഷയങ്ങൾ, ലഘുഗണിതവും മാനസിക ശേഷിയും, നിരീക്ഷണ പാഠവ പരിശോധനയും, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷയായ മലയാളം. ഇത്രയുമാണ് VFAയുടെ നമ്മുടെ ഒഫീഷ്യൽ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ സിലബസിൽ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് എന്താണ് ഈ ഓരോരോ ടോപ്പിക്കിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ സിലബസ് ഫുള്ളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വെയിറ്റേജ് എന്തിനാണ്, നമ്മുടെ കറണ്ട് അഫയേഴ്സിനാണ്. സോ 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിനുള്ളത്. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒഴിച്ചുകൂടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോസ് കാണുക ഒന്ന്. രണ്ടാമത്, നിങ്ങൾക്ക് പേപ്പർ വായിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യാം പേപ്പർ, അല്ലെങ്കിൽ നമുക്ക് പേപ്പർ വീട്ടിൽ വരുത്തിക്കാം, ഓഫീസിലുണ്ടാവും പേപ്പർ. കിട്ടുന്ന സമയം 10 മിനിറ്റാണ്, 10 മിനിറ്റ് കൊണ്ട് ആ പേപ്പർ ഒന്ന് ഓടിച്ചു പോവുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ത് ചെയ്യുക, നോട്ടുകൾ പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഇല്ല ചെറിയൊരു ഒരു നോട്ടിൽ, ഷോർട്ട് നോട്ടിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. മുഴുവൻ എഴുതാനല്ല പറയുന്നത്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസിലോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയത്തിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, പിന്നീട് വെയിറ്റേജ് ഉള്ളത് എന്താണ്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷയായ മലയാളം. ഇതിനാണ് പിന്നീട് വെയിറ്റേജ് 10 വീതം. ആ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വർഷത്തെ PYQs ചെയ്താൽ മതി. മലയാളത്തിൻ്റെയോ ഇംഗ്ലീഷിൻ്റെയോ മാത്സിൻ്റെയോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ PYQ ചെയ്താൽ 30 മാർക്ക് ആ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, ആ 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തത് എന്താണ്, നമ്മൾ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ സുപ്രധാന നിയമങ്ങളുണ്ട്. അത് കഴിഞ്ഞ 2 വർഷത്തിലെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അത് വെച്ചായിരിക്കും PSC പരീക്ഷ വയ്ക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ തരും. അപ്പോൾ അതെന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. പിന്നീടുള്ള ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് എക്കണോമിക്സ്, ഇന്ത്യൻ ധനതത്വശാസ്ത്രം അല്ലേ. ധനതത്വശാസ്ത്രം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ ആ 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ വേണം. ഇപ്പം നമ്മളെ ബയോളജിക്ക് നമുക്ക് വായിച്ചു പോയാലും, അതായത് SCERTയുടെ 5 മുതൽ 10 വരെയുള്ള സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കാൻ സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് അതിൻ്റെ PDF ടെക്സ്റ്റ് ഓൺലൈനിലും അവൈലബിൾ ആണ്. അല്ല, വീട്ടിനടുത്തുള്ള കുട്ടികളുടെ അവരിരുന്ന് കളക്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് SCERTയുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ നിങ്ങൾ മെനക്കെടണം. അത് സയൻസും സോഷ്യലും കംപ്ലീറ്റ് അരിച്ചു പെറുക്കി വായിക്കണം. അപ്പോൾ അതിനും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു 6 മാസത്തെ സമയമുണ്ടല്ലോ, അതിൽ നമ്മൾ ആദ്യത്തെ മാസങ്ങളിൽ തന്നെ നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിന് ഒരു സമയം നിങ്ങൾ കണ്ടെത്തി പഠിക്കണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ VFA എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. എന്താണ്, 2027 VFA എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങളും എത്തിപ്പെടട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.